വ്ളാഡിമിർ നബക്കോഫ് എഴുതിയ നിക്കോളോയ് ഗൊഗോൾ എന്ന കാവ്യസുന്ദരമായ പഠനത്തിൽ റഷ്യയിലെ നോസ് കോൺഷ്യസ് ആയ എഴുത്തുകാരൻ നോസ് എന്ന കഥ എഴുതിയ ഗൊഗോൾ ആണ് എന്ന് പറയുന്നുണ്ട്. വിശ്വവിഖ്യാതമായ മൂക്ക് എഴുതിയ ബഷീറാണ് ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും നോസ് കോൺഷ്യസ് ആയ എഴുത്തുകാരൻ. വലിയ മൂക്കുകാരനായ ബഷീറിന് ആത്മബോധവും നാസികാബോധവും രണ്ടായിരുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട്. വിശ്വവിഖ്യാതമായ മൂക്കിൽ അതൊരു വിളംബരവും ആവുന്നുണ്ട്. ഭാവത്തെ മാത്രമല്ല അഭാവത്തെയും മണക്കുവാൻ കഴിയുന്ന ശക്തമായ ഒരു മൂക്കുമായാണ് മതിലുകളിലെ നായകൻ ജയിലിലേക്ക് വരുന്നത്. വാതിൽ കടന്നപാടെ അവിടുത്തെ തീവ്രമായ ആ അഭാവത്തെ അയാൾ തിരിച്ചറിയുന്നുണ്ട്. അവിടുത്തെ അന്തേവാസികളുടെ ഏറ്റവും രൂക്ഷമായ ഏകാന്തതയെ മൂക്കുകൊണ്ടാണ് അയാളത് തിരിച്ചറിയുന്നത്. സ്ത്രീയുടെ മണം കണ്ണുകൊണ്ട് കാണാവുന്നതിനേക്കാൾ കാണുന്ന, കണ്ണിനില്ലാത്ത വിവേചനശേഷിയുള്ള ഈ ഇന്ദ്രിയം ബഷീർ സാഹിത്യത്തിൽ ശക്തമാണ്. കണ്ണിനേക്കാൾ തന്നോട് ചേർന്ന് നിൽക്കുന്നു വാസനാശാലിയായ ബഷീറിന് മൂക്ക്. വാസനയുടെ സൂക്ഷ്മശേഷി കേൾവിക്കോ കാഴ്ചയ്ക്കോ ഇല്ല. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടായിരുന്നു എന്ന നോവലിലെ നിസാർ അഹമ്മദ് മൂക്കിൻ്റെ ശുപാർശയെ പരിഗണിച്ചാണ് അന്യഥാ സുന്ദരിയും പരിഷ്കാരിയുമായ പ്രതിശ്രുത വധുവിനെ ഉപേക്ഷിച്ചത്. കുഞ്ഞിപ്പാത്തുമ്മ എത്ര തവണ സോപ്പിട്ട് ഗ്ലാസ് കഴുകിയിട്ടാണ് അയാളുടെ മൂക്കിൻ്റെ മുമ്പിൽ യോഗ്യയായി തീർന്നത്. ജീവിതത്തിൻ്റെ സൗരഭ്യമാണ് നർമ്മബോധം എന്നാണ് പ്രേമലേഖനത്തിലെ രസികത്തിയായ സാറാമ്മ പറയുന്നത്. ബഷീർ സാഹിത്യത്തിൽ കൂടുതൽ തവണ പ്രത്യക്ഷപ്പെട്ട പദങ്ങളിലൊന്നാണ് സൗരഭ്യം. അവനവൻ്റെ ഏറ്റവും മധുരമായ പരിണാമം താൻ നട്ടുവളർത്തുന്ന ചെടികൾ പുഷ്പിച്ചുണ്ടാകുന്ന സൗരഭ്യമാണെന്ന് ശബ്ദങ്ങളിലെ നായകനോട് കഥാകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. ചെടി വളർത്തലിൻ്റെ പുരാണങ്ങൾ കൂടിയായ ബഷീർ കൃതികളിലെല്ലാം സുഗന്ധ പരാമർശങ്ങളുണ്ട്. മൂക്കുകൊണ്ട് ക്ഷ വരയ്ക്കുക എന്ന് ഏറ്റവും അസാധ്യമായ ശിക്ഷ തന്നെയായി മാറുന്ന പ്രവൃത്തിയെക്കുറിച്ച് മലയാളി പറയുന്നു. കാമുകിയുടെ മുന്നിൽ ഭൂമിയിലെ ഏറ്റവും അസാധ്യമായ പ്രവൃത്തി ഞാനിതാ നിൻ്റെ മുമ്പിൽ ചെയ്യുന്നു എന്ന് ശീർഷാസനം ചെയ്ത കഥാപാത്രത്തിൻ്റെ കർത്താവായ ബഷീറിന് എളുപ്പമായിരുന്നു മൂക്കുകൊണ്ട് ക്ഷ വരയ്ക്കൽ. വാസനാശാലിയായ ഈ എഴുത്തുകാരൻ മറ്റുള്ളവർക്ക് ദുഷ്കരവും തനിക്ക് എളുപ്പവുമായത് ചെയ്ത ഈ എഴുത്തുകാരൻ വിശ്വവിഖ്യാതമാകേണ്ടിയിരുന്ന ഒരു മൂക്കിൻ്റെ ഉടമയായ ഈ എഴുത്തുകാരൻ, എന്നും മൂക്കിന് നേരെ നടന്ന ഈ എഴുത്തുകാരൻ വിശ്വവിഖ്യാതമായ മൂക്ക് എഴുതിയതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല. മൂക്കുകൊണ്ടായിരുന്നു അയാൾ എഴുതിയിരുന്നത്. നമ്മുടെ ചരിത്രപുരുഷൻ കുശിനിപ്പണിക്കാരനായിരുന്നു എന്ന് വായിച്ചു തുടങ്ങുമ്പോൾ ഇതും ബഷീറിൻ്റെ കഥ തന്നെ എന്ന് സംശയിക്കും. പക്ഷേ അയാൾ പ്രത്യക്ഷത്തിൽ മറ്റൊരാൾ തന്നെ. 24 വയസ്സുവരെ അയാൾ അറിയപ്പെട്ടിരുന്നില്ല. പറയത്തക്ക ബുദ്ധിവൈഭവമൊന്നുമില്ല. അടുക്കളയ്ക്ക് പുറത്ത് ലോകമില്ല. അപ്പോൾ പല ചരിത്രപുരുഷന്മാർക്കും പരിണാമം സംഭവിക്കുന്ന അത്ഭുത വയസ്സിൽ 24-ാം വയസ്സിലാണത്രേ അത് സംഭവിക്കുക. അയാളുടെ മൂക്ക് നീളുവാൻ ആരംഭിച്ചു. 1 മാസം കൊണ്ടത് പൊക്കിൾ വരെ നീണ്ടു. പൊടി വലിക്കാം, ശ്വാസോച്ഛ്വാസം ചെയ്യാം, വാസനിക്കാം, മൂക്കുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. പറയത്തക്ക അസൗകര്യമൊന്നുമില്ല. പക്ഷേ അയാളുടെ തൊഴിലുടമയ്ക്ക് അത് അസൗകര്യമായി. പലരും കാണാൻ വരുന്നു മൂക്കൻ്റെ മൂക്ക് കാണാൻ, മൂക്കനെ അഭിമുഖം ചെയ്യാൻ. രാപ്പകൽ തിരക്ക്. മൂക്കനെ തൊഴിലിൽ നിന്ന് പിരിച്ചുവിട്ടു. കാഴ്ചക്കാർ കൂടിക്കൊണ്ടിരുന്നു. ബസ് ഇറങ്ങി വന്ന് മൂക്കൻ്റെ മുമ്പിൽ അത്ഭുതസ്തബ്ധരായി നിന്നതല്ലാതെ ആരും ആ തൊഴിൽ നഷ്ടപ്പെട്ട പാവത്തിനോട് നിങ്ങൾ ആഹാരമൊന്നും കഴിച്ചില്ലേ, എന്താണിത്ര ക്ഷീണം എന്നൊന്നും ചോദിച്ചില്ല. ഈ മൂശേട്ടകളെ ആട്ടിപ്പുറത്താക്കി വാതിലടയ്ക്കാൻ അയാൾ പറഞ്ഞതനുസരിച്ച് അമ്മ വാതിലടച്ച് ജനത്തെ പുറത്താക്കി. അന്നു മുതൽ അവർക്ക് നല്ല കാലമായി. അമ്മയ്ക്ക് കൈക്കൂലി കൊടുത്ത് ജനം മൂക്കനെ കാണാൻ തുടങ്ങി. അക്ഷരശൂന്യനായ ആ കുശിനിപ്പണിക്കാരൻ 6 കൊല്ലം കൊണ്ട് ലക്ഷപ്രഭുവായി. കോടിക്കണക്കിന് ചലച്ചിത്ര പ്രേക്ഷകരെ ആകർഷിച്ച ചലച്ചിത്ര താരം പോലുമായി. മൂക്കനെ സ്നേഹിക്കാൻ ഇരുവശത്തും സുന്ദരികളായി. ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന
ഉണ്ടാവാനിടയുള്ള എല്ലാ സംഭവങ്ങളെക്കുറിച്ചുമുള്ള മൂക്കൻ്റെ അഭിപ്രായങ്ങൾ പത്രപംക്തികളിൽ പ്രമുഖ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. മൂക്കനെ പിടിച്ചു പറ്റാനുള്ള ശ്രമങ്ങളുണ്ടായി. മൂക്കന് ചേരിയും എതിർചേരിയും ഉണ്ടായി. മൂക്കൻ്റേത് റബ്ബർ മൂക്കാണെന്നും അല്ലെന്നും തർക്കമുണ്ടായി. സൂചി കൊണ്ട് മൂക്കിൻ തുമ്പത്ത് കുത്തി നോക്കി ചോര വരുത്തുക കൂടി ചെയ്തു. മൂക്കന് എംലിറ്റും ഡീലിറ്റും നൽകി സർവകലാശാലകൾ അംഗീകരിച്ചു. മൂക്കനെ സ്വന്തമാക്കാനാവാത്ത പാർട്ടികൾ അപ്പോഴും മൂക്കിനെ സംശയിച്ചുള്ള വാദപ്രതിവാദങ്ങൾ തുടർന്നു. എന്താണ് ഈ വിശ്വവിഖ്യാതമായ മൂക്ക്? കാണപ്പെടാവുന്ന സ്ത്രീലിംഗമാണ് വായ എന്ന നിരീക്ഷണം പോലെ ഡെസ്മണ്ട് മോറിസ്. പുരുഷലിംഗമാണ് മൂക്ക് എന്ന നിരീക്ഷണവും ആകാവുന്നതാണ്. പക്ഷേ ദൈവം വസ്ത്രത്തിന് ശേഷമാണ് എന്ന് സങ്കല്പിക്കേണ്ടി വരുമെന്ന് മാത്രം. കാണപ്പെടാവുന്ന 2 തരം യോനികളോ 2 തരം ലിംഗങ്ങളോ ഒരു സ്രഷ്ടാവിനും ഭൂഷണമല്ല. ഗൊഗോളിൻ്റെ മൂക്കിന് ഫ്രോയിഡിയൻ പരിപ്രേക്ഷ്യങ്ങൾ ഉള്ളതുപോലെ ബഷീറിയൻ മൂക്കിനും ആകാവുന്നതാണ്. ക്രമാതീതമായി വളരുന്ന മൂക്കാണത്. നോക്കി നിൽക്കെ വളരുന്ന ഒരേ അവയവം പുല്ലിംഗമാണല്ലോ. അമ്മ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ച് വീര്യം പിടിപ്പിച്ചു ജനങ്ങളെ. കാൽമുട്ടോളം അത് നീണ്ടുകിടന്നു എന്നീ വിവരണങ്ങൾ അങ്ങനെയൊരു ഡീകോഡിംഗ് നടത്താനുള്ള ഉപായമായി കലാസൃഷ്ടിയെ കാണുന്നവർക്ക് സഹായവുമാണ്. മാമ്പഴത്തിനും മറ്റും മലയാളത്തിലുണ്ടായ ഭാവനാപൂർണമോ ഭാവനാശൂന്യമോ ആയ പഠനങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ചിലത് മനഃപൂർവ്വം മറച്ചു പിടിച്ചോ ചിലത് കൂടുതൽ ദൃഢപ്പെടുത്തിയോ സാധിച്ചതാണ് അവയെന്ന്. മൂക്കനെ പുരുഷലിംഗമാക്കി വായിക്കാനുള്ള ശ്രമം പോലെ വികൃതമോ അസംബന്ധമോ ആണവ. നിരൂപക ഭാവനയുടെ ക്രമാതീതവും വികൃതവുമായ വളർച്ചകൾ മാത്രമാണവ. ചിലപ്പോൾ സുന്ദരികൾ തൊട്ടുനോക്കുമ്പോഴൊക്കെ അതൊരു പക്ഷേ ഒരിടത്ത് ലിംഗമായി മാറിയ അതേ ശരീരത്തിൻ്റെ മറ്റൊരിടത്തെ ആവിഷ്കാരമാണ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. കാമുകനെ തൊടുമ്പോൾ വിരൽ മാത്രമല്ലല്ലോ, പങ്കിടുമ്പോൾ പങ്കിടുന്നത് മാത്രമല്ല എന്നല്ലേ. എല്ലാ പ്രശസ്തികളും ലിംഗത്തെ കൂടുതൽ ആകർഷകമായ ലിംഗമാക്കി മാറ്റുന്നു എന്നോർമ്മിപ്പിക്കുന്ന ഒരു ലിംഗബന്ധം മൂക്കന് ആവുകയുമാവാം. ഞാനീ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയാണ് എന്ന് സ്വന്തം ലിംഗത്തിനോട് പറയുന്ന നാടോടി കഥയും ഓർക്കാം. കല്യാണ സൗഗന്ധ്യാഹരണത്തിൻ്റെയും ഫലം അനുഭവിച്ചത് ഭീമനാണല്ലോ. ക്രമാതീതമായി വളർന്ന ഒരു ലിംഗമാണ് ഫ്രോയിഡിനുണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നുണ്ട്. പെനീസ് എൻവിയാണ് സ്ത്രീകൾക്കൊക്കെ എന്നാണല്ലോ അങ്ങേർ കരുതിയതും. സെലിബ്രിറ്റിയായ ഫ്രോയിഡ് എന്ന ക്രമാതീതമായ വളർച്ചയുടെ ഡിസ്പ്ലേസ്മെൻറ്റായി വിശ്വവിഖ്യാതമായ മൂക്കിനെ നൊടി നേരം തോന്നുന്നതിൽ തെറ്റുമില്ല. ചില നൊടി നേരങ്ങൾ ജീവിതാന്ത്യം വരെ വളരുന്നതിൻ്റെ പാപബോധം ഫ്രോയിഡിയനും മാർഷ്യനുമൊക്കെ കൂടാതെ വയ്യല്ലോ. ക്രമേണ മൂക്ക് മാത്രമായി പരിണമിച്ച വിശ്വവിഖ്യാതമായ മൂക്കിലെ കഥാനായകനും ചിലപ്പോൾ ഈ നിലപാടുകാരെയും പ്രതിനിധീകരിക്കുന്നു. ജന്മദിനം പോലുള്ള കഥകളുടെ പശ്ചാത്തലമായി വിശപ്പിൽ ഉരുകിക്കഴിയുമ്പോഴും ബഷീർ വാസനാശാലിയായ എഴുത്തുകാരനായിരുന്നു. ബഷീറിൻ്റെ മൂക്ക് നോക്കി എന്ന് എഴുതുന്നതാവും ബഷീറിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശരി. ബഷീറിൻ്റെ മുഖത്തെ പ്രമുഖമായ അവയവം മൂക്കായിരുന്നു. ബഷീർ മൂക്കാണ് എന്ന് തോന്നും ആളുകൾ അയാളോട് സംസാരിക്കുന്നത് കണ്ടാൽ. ആളുകൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആരും നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ, എന്താണിത്ര ക്ഷീണം എന്നൊന്നും ചോദിച്ചിരുന്നില്ല. ധനാഗമമാർഗങ്ങൾ തെളിഞ്ഞപ്പോൾ പക്ഷേ പിന്നീട് ആ ചോദ്യത്തിനും കുറവൊന്നും ഉണ്ടായില്ല. ഒരു മലയാളി എഴുത്തുകാരനാവാവുന്നത്ര വലിയ സെലിബ്രിറ്റി ആയിരുന്ന ബഷീർ തന്നോടുള്ള ജനത്തിൻ്റെ ഈ പ്രതികരണ പരിണാമത്തിൻ്റെ ഗ്രാഫ് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കണം. മണ്ടക്കൂട്ടമല്ലയോ ജനം എന്ന് നന്നായി അറിഞ്ഞു വരുന്നു. വാസനാശാലിയായ ആ എഴുത്തുകാരൻ അവഗണിക്കപ്പെട്ടപ്പോഴും ആക്രമിക്കപ്പെട്ടപ്പോഴും ആഘോഷിക്കപ്പെട്ടപ്പോഴും അതിലെ അസംബന്ധത്തെ നിരീക്ഷിച്ചു. മൂക്ക് നീട്ടക്കാരനായ അത് ഐഡൻറ്റിറ്റിയായ തന്നിലെ സെലിബ്രിറ്റിയെ ആ നൊരമ്പോക്കുകാരൻ നോക്കി നിന്ന് രസിച്ചിട്ടും ഓർത്തോർത്ത് വേദനിച്ചിട്ടും ഉണ്ടാകാം. സെലിബ്രിറ്റികൾ അന്ധമായി ആഘോഷിക്കപ്പെടുകയാണ്, മനസ്സിലാക്കപ്പെടുകയല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവണം. അർഹൻ അനർഹമായാണ് ആദരിക്കപ്പെടുന്നത് എന്നും അർഹനിലെ അനർഹതകളാണ് ആദരിക്കപ്പെടുന്നതെന്നും അതിപ്രശസ്തി കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സെലിബ്രിറ്റിയിലെ
വൈരുദ്ധ്യങ്ങളെ മനോഹരമായി പറയുന്നു വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് മാത്രമായി മാറിയ മൂക്കനെ പോലെ ഒരു വിഡ്ഢിയുമില്ലേ എപ്പോഴും അയാളിൽ. തൻ്റെ കാലത്തെ സെലിബ്രിറ്റികളായ ഗാന്ധിയിലും നെഹ്റുവിലും രാജാജിയിലും കൃഷ്ണമേനവനിലും പട്ടേലിലും കണ്ട അസാമാന്യമായ മൂക്കുകൾ ബഷീറിൻ്റെ അബോധത്തിൽ ചില ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവണം. എഴുത്തിൽ ഏറ്റവും ഋജുവായ വഴിയിൽ നടന്ന് ശീലമുള്ള ആ എഴുത്തുകാരൻ മൂക്കിന് നേരെ മുന്നോട്ട് സഞ്ചരിച്ചു. മൂക്കും സഞ്ചരിച്ചു. പാചകക്കാരനും വലിയ മൂക്കുകാരനും വാസനാവൈഭവം കൊണ്ട് ജീവിച്ചവനും മൂക്കുകൊണ്ട് തന്നെ ആയ ബഷീർ തന്നെ മുൻനിർത്തി ആ മണ്ടൻ ജനതയെക്കുറിച്ച് എഴുതിയ സറ്റയറാണ് വിശ്വവിഖ്യാതമായ മൂക്ക്.